ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ കൂടി പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 5 ഗ്ലാസ് അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒരു ഏകദേശം ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്കായുടെ അരികൾ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു 7 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഏകദേശം ഒരു 100 ഗ്രാമോളം വരുന്ന അളവിലുള്ള മുന്തിരിങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുവുള്ള മുന്തിരിങ്ങ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇത് തീരെ പുളിപ്പില്ലാത്ത കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി നമ്മുടെ ഈ 5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 2.5 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെയൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്ത് എളുപ്പമാണ് ഉള്ളത് എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കി എടുത്തു വെക്കുന്ന ഈ ഒരു ജ്യൂസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ സാധാരണ ഒരു നാരങ്ങ വെള്ളം കൊടുക്കുന്നതിനേക്കാളും ഇതിൽ നിന്ന് ഒരു തവി എടുത്ത് വെച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കാണാൻ തന്നെ നല്ലൊരു റിച്ച് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തിളച്ച് കുറുകി വന്നിട്ടുള്ള ഈ ജ്യൂസ് ഒരല്പം നേരം ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ അരിപ്പയിലുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്നും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസ് ജ്യൂസിനുള്ള വെള്ളം തന്നെ നമുക്ക് കിട്ടും ഇതിൽ നിന്ന് അരച്ചെടുക്കുമ്പോൾ. നിങ്ങളിതൊരിക്കലും ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ അരച്ച് ഇപ്പോൾ എടുക്കുന്ന ഭാഗം കൂട്ടേണ്ടതില്ല. ഇത് നമുക്ക് വേറെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്ത ഭാഗമാണ് ഇനിയിപ്പോൾ ഞാൻ ജ്യൂസാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ അളവിൽ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മധുരം മതിയെന്നാണെങ്കിൽ നിങ്ങളിനി ഇതിലേക്ക് ചേർക്കേണ്ടതില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 ഗ്ലാസ് അളവിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടിച്ച പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ആ ലൈം ജ്യൂസിൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തവി അളവിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് അളവിലാണ് നാരങ്ങാവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു അളവിൽ എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറ്റൊരു ഗ്ലാസ് കൂടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.